ഒരു ആർമി ഉദ്യോഗസ്ഥൻ ടെമ്പിളിൽ അഥവാ ഗുരുദ്വാരയിൽ കയറാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ആ വ്യക്തിയെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു വേർഡിക്റ്റ് ആണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത്. ആ ഉത്തരവ് എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് ആംഗിൾസിൽ ഈ ഒരു വിഷയം നോക്കാനുണ്ട്. അത് മാത്രമല്ല, എന്താണ് യഥാർത്ഥ സംഭവം, ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നും കൂടി നോക്കാം. 2017 സാമുവൽ കമലേഷൻ എന്ന് പറയുന്ന വ്യക്തിയെ 6 സ്ക്വാഡ്രണിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രൂപ്പിന് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഷ്രൈൻ ഉള്ളത് ആകെയുള്ളത് ഗുരുദ്വാര മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലും ഒരു റിലീജിയസ് പരേഡ് നടത്താറുണ്ട്. ഈ സോൾജിയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരേഡും അതുപോലെ അതിനെ തുടർന്നിട്ടുള്ള ഗുരുദ്വാരയിലുള്ള റിലീജിയസ് പ്രാക്ടീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തി ഗുരുദ്വാരയിലൊക്കെ കയറാൻ ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടുത്തെ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇവരുടെ സുപ്പീരിയർ ഈ വ്യക്തിക്ക് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, ആ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. അത് നിങ്ങളുടെ ട്രൂപ്പിന്റെ മോട്ടിവേഷന്, സ്പിരിറ്റിന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും ചെയ്യണമെന്ന് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തി ആ ഒരു ഓർഡേഴ്സ് ഒക്കെ തള്ളിക്കളയുകയായിരുന്നു. അത് മാത്രമല്ല, ഒരു പാസ്റ്ററിന്, ഞാൻ പറഞ്ഞു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഈ ഒരു കാര്യം ഗുരുദ്വാരയിലെ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ വ്യക്തി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിനെ തുടർന്ന് ഇവരുടെ സുപ്പീരിയർ ഈ വ്യക്തിയെ ഒരു പാസ്റ്ററിന്റെ അടുത്തേക്ക് അയക്കുകയും ആ പാസ്റ്റർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതായത് അവിടുത്തെ ഗുരുദ്വാരയിലെ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന്. തുടർന്നും ഈ വ്യക്തി ഈ കാര്യം ചെയ്യുന്നതിൽ നിന്നും വിസമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ വ്യക്തിയെ ടെർമിനേറ്റ് ചെയ്തു. അതിനുശേഷം ഈ വ്യക്തി നേരെ ഡൽഹി ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തു. ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്റെ വിശ്വാസത്തിന് എതിരാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഗുരുദ്വാരയിൽ പോയി അവിടുത്തെ റിലീജിയസ് പ്രാക്ടീസ് പെർഫോം ചെയ്യുന്നത് എന്റെ റിലീജിയൻ പ്രകാരം അത് തെറ്റായത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. വേറെ എന്തും, അതായത് അവിടെ പർട്ടിക്കുലർ റിലീജിയസ് പരേഡ് ഒക്കെ നടത്താം, ഒരു പ്രശ്നമില്ല. ഗുരുദ്വാരയിൽ ഞാൻ കയറാറുണ്ട്, കയറുന്നതിനും പ്രശ്നമില്ല. റിലീജിയസ് പ്രാക്ടീസ് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ വ്യക്തി അവിടെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഡൽഹി ഹൈക്കോടതി ഇതിലുള്ള വിധി എന്ന് പറയുന്നത് ഈ വ്യക്തി ഈ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, മിസ്ഫിറ്റ് ആണ്. കാരണം ഈ വ്യക്തിയുടെ സീനിയേഴ്സ് കൊടുത്തിട്ടുള്ള ഓർഡേഴ്സ് വിസമ്മതിക്കുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് ഈ വ്യക്തി നേരെ അപ്പീലുമായി സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. സുപ്രീം കോടതിയിൽ ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്റെ മതവിശ്വാസത്തെ ഹനിക്കപ്പെടുന്നു എന്നതാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യം നോക്കണം. ഈ വ്യക്തിയുടെ പേഴ്സണൽ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി പറയുന്ന കാര്യം ശരിയാണ്. എന്നാൽ ഈ വ്യക്തി വെറും ഒരു ഇൻഡിവിജ്വൽ മാത്രമാണോ? ഒരിക്കലുമല്ല. ആ വ്യക്തി ഒരു ആംഡ് ഫോഴ്സ്, നമ്മുടെ മിലിറ്ററിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ മിലിറ്ററിയിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ഈ ഡിസിപ്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീനിയേഴ്സിന്റെ ഓർഡേഴ്സ് ഒബേ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു മതമല്ല, ഈ ഒരു വ്യക്തിയല്ല, ഏതൊരു വ്യക്തിയുമാവട്ടെ ഏതൊരു മതവുമാവട്ടെ ഒരു കാരണവശാലും ജോലിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും ആംഡ് ഫോഴ്സിലെ സോൾജിയർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ബിലീഫ്, നമ്മുടെ പേഴ്സണൽ വിശ്വാസങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടി. റിലീജിയസ് പ്രാക്ടീസ് വേണ്ട എന്നല്ല, പക്ഷേ അത് വേറത്, ജോലി വേറതായിരിക്കണം. കാരണം ഈ ആംഡ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്, ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ അതേ മതസ്ഥർ രാജ്യത്തിനെതിരെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രതിരോധിക്കണം. അത് നമ്മളുടെ മതമാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് ഇൻഡിസിപ്ലിൻ ആണ്. അതുകൊണ്ടാണ് മിലിറ്ററിയിൽ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ഡിസിപ്ലിൻ ആണ്. ആ ഡിസിപ്ലിനിൽ ഒബേ ദ ഓർഡർ, സീനിയർ കൊടുക്കുന്ന ഓർഡർ അത് ഒബേ ചെയ്യണം. അല്ലെങ്കിൽ അത് രാജ്യത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം തന്നെയാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളുടെ റിലീജിയസ് ബിലീഫ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസ് മാത്രമാണ്, അല്ലാതെ ബേസിക് ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ് അല്ല താങ്കൾ ഈ പറയുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഒരു ട്രൂപ്പിന്റെ കമാൻഡർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കപ്പെടാൻ പറ്റുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ട്രൂപ്പിനെ തന്നെ നാണം കെടുത്തിട്ടാണുള്ളത്. അവരുടെ മോട്ടിവേഷനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജോലിക്ക് മിസ്ഫിറ്റ് ആണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം ഓർഡേഴ്സ്, അതായത് സീനിയേഴ്സിന്റെ ഓർഡർ നിങ്ങൾ ഇവിടെ ഡിസോബേ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു മിലിറ്ററിക്കാരന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓർഡേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെയാണ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ആം ഫോഴ്സ് നമുക്ക് രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ വ്യക്തി ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും ആംഡ് ഫോഴ്സിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.